MRC ഗ്യാങ്ങിലുണ്ടായിരിക്കുന്ന ആ ഒരു പൊട്ടിത്തെറി, തൊപ്പി ഒരു സൈഡിൽ റാംബോ, തൊപ്പി റാംബോ എന്ന് പറഞ്ഞ ഒരു സൈഡ്, അതിൽ മെയിൻലി തൊപ്പിയാണ്, മറ്റൊരു സൈഡിൽ ഷമീർ, മമ്മു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രിയിൽ തൊപ്പി എനിക്കൊന്ന് വരാപ്പുഴ സ്റ്റേഷനിലോ മറ്റോ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിഫമേഷൻ കേസ് പ്ലസ് തൊപ്പിക്കെതിരെ വന്ന ആരോപണം പോക്സോ കേസ്, പിന്നെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തൊപ്പി മറ്റേ എന്താ പറയുക ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും ഇവരെ വെളിപ്പെടുത്തി, ഷമീറും മമ്മും ഒക്കെ കൂടി. അപ്പോൾ തൊപ്പിയുടെ വീടിനുള്ളിൽ നിന്നും കഞ്ചാവ് എടുക്കുന്നതൊക്കെ ഇവർ വീഡിയോയിൽ കാണിച്ചു. പക്ഷെ തൊപ്പി അത് പറയുന്നത് തൊപ്പി ഇല്ലാത്ത സമയത്ത് തൊപ്പിയുടെ മുറിയിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് അവർ വീഡിയോ എടുത്താന്നുള്ളതാണ്. എന്താണ് തൊപ്പിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഇന്ന് കേരളത്തിൽ ചെറിയൊരു ഭാഗം ആൾക്കാരുടെ മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ, അതായത് തൊപ്പി പറയുന്ന കാര്യങ്ങള് പുള്ളി ഇല്ലാത്ത സമയത്ത് പുള്ളിയുടെ വീട്ടിൽ കയറി സാധനങ്ങൾ വെച്ചു എന്നുള്ളതാണ്. ഇത് ഒരു 6-7 മിനിറ്റുള്ള വീഡിയോ ആണ്. അതിന്റെ പുള്ളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് സംസാരിച്ചത്. എന്തായാലും ഒരു സമയം വരെ നമ്മുടെ എന്നാ പറയുന്നത് തൊപ്പി എന്ന് പറയുമ്പോൾ, ഒരു സമയം നല്ല ഇപ്പോഴും തൊപ്പിയൊക്കെ ഇടുന്ന വീഡിയോ എല്ലാവരും കാണും. പക്ഷെ എന്നിരുന്നാലും തൊപ്പിയുടെ ഒക്കെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കണ്ണം നട്ടിരുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് അവർ ഗെയിമേഴ്സ് ആണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവരുടെ ഗ്യാങ്ങിൽ അവർ ചെയ്യുന്ന പരിപാടികളൊക്കെ ഭയങ്കര അത്യാവശ്യം എന്റർടൈനിങ് ആണ്. ചിലപ്പോൾ കുറച്ച് എന്തോന്നാടെ ഈ ചെയ്തു വെച്ചേക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. പക്ഷെ എല്ലാം ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്, സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റിന് ശേഷം അതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കളികളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. കാരണം ഒരു സൈഡിൽ നിന്ന് ഷമീറും മമ്മുവും പറയുന്നു അവരെ ഇട്ട് പീഡിപ്പിക്കുകയാണ്, ഷെഡ് കഴിയിക്കുകയാണ്, മാത്രമല്ല അവർക്ക് പൈസ കൊടുക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങൾ. മറ്റേ സൈഡിൽ നിന്നും തൊപ്പി പറയുന്നു ഇവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള വീഡിയോകൾ പുള്ളി ഒരു ചെറിയ കട്ടിങ് ആട്ടോ വീഡിയോ അങ്ങോട്ട് പുറത്തേക്ക് ഇട്ടു, കുറെ പേരെ കാണിച്ചു. ഇതാണ് പറയുന്ന കൂട്ടം തെറ്റിയ, അല്ലെങ്കിൽ ഒരു കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടി ഇടിക്കുന്ന പരുവത്തിൽ, ആരാണ് ബലവാനെന്ന് കാണിക്കാൻ വേണ്ടി കൂട്ടി ഇടിക്കുന്ന പരുവത്തിലേക്കുള്ള ഒരു സെറ്റപ്പാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചും തെറ്റിയും ആ ഒരു കൂട്ടുകെട്ടെല്ലാം പോയി. കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ MRC ഗ്യാങ് ഇവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ഒരു ഗ്യാങ് ആണ്. അപ്പം ഇതിന്റെ ഇടയിലുണ്ടായിരുന്ന കുറെ പ്രശ്നങ്ങൾ, ഇവർ പോകുന്ന ഉദ്ഘാടനങ്ങൾ, ഇവർ എവിടെയെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന, മാത്രമല്ല മമ്മു ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തൊപ്പി സോൾവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ പുള്ളി പല രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു. എന്തായാലും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റർടൈൻമെന്റ് ആയിരുന്നു. തൊപ്പിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോക്കി നമ്മൾ അയ്യേ തൊപ്പിയോ എന്ന് വെക്കാതെ എന്നാ നമ്മൾ നോക്കി എന്താ ഇതിന്റെ തൊള്ളയെന്നൊന്ന് കാണാനൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊട്ടായിപ്പോയി. ഇനിയിപ്പം നമുക്ക് നോക്കാം ഒരു വീഡിയോ കൊണ്ട് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ ഡ്രഗ്സിന്റെ കാര്യം, എന്റെ വീട്ടില് ഞാനില്ലാത്തപ്പം ഡ്രഗ്സ് കയറ്റിയിട്ട് എന്റെ അലമാരയിൽ ഡ്രഗ്സ് എടുക്കുന്നതായിട്ട് വീഡിയോ എടുത്തു വെച്ചേക്ക. ഇത് എത്ര മാസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ? ഇവര് വന്ന മുതലുള്ള പ്ലാൻ, ഞാൻ വിചാരിച്ചു 3 മാസം മുമ്പാണ് ഇവരെന്നെ കൊടുക്കാനുള്ള പ്ലാൻ തുടങ്ങി. ഇത് ഇവര് ജാസിന്റെ വായി തന്നെ ഇന്നലെ അറിയാണ്ട് വന്നിട്ട് 1 മാസം കഴിഞ്ഞപ്പോ തുടങ്ങിയ പ്ലാനിങ് ആണ്. അപ്പൊ ഇവരേൽ എന്തെല്ലാം ഉണ്ടാവും, എന്തെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും വീട്ടിൽ ഉള്ള സമയത്ത് തന്നെ. എന്തൊക്കെ ഇനി നാളെ ഒരു മനുഷ്യ പറയാം വീട്ടിന്റെ താഴെ ഞാനെയും കൊന്നിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവര് ഓരോന്ന് പറയുമ്പോ പിറ്റേ ദിവസം ഞാൻ വന്നിട്ട് അത് തെളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഡയറക്റ്റ് നിയമപരമായിട്ട് പോയെന്ന്. ഓക്കെ, ഇതിൽ പല രീതിയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് തൊപ്പി പറയുന്നത് തൊപ്പിയുടെ ഓഡിയോ അല്ല, ഇവർ കാണിച്ചിരിക്കുന്ന ഷമീറും മമ്മും ഒക്കെ കാണിച്ചിരിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പ് പോലും AI, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആ ഒരു ഇതുവഴി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തൊപ്പിയുടെ സൗണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. തൊപ്പി നീ ആ പറയുന്ന ഒരു ഒറ്റ കാര്യത്തിൽ ഭയങ്കര നമുക്ക് വിശ്വാസ്യത എന്ന് പറയുന്ന സാധനമില്ല. കാണുന്നവര് പൊട്ടന്മാരാണ്. AI എന്ന് പറയുന്ന സംവിധാനമുണ്ട്, പക്ഷെ അത് എല്ലായിടത്തും കൊണ്ട് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. കാരണം ഈ വീഡിയോക്കകത്ത് പോലും പലതും എനിക്കറിയാൻ മേലാത്തൊരു കാര്യം, ഇപ്പോഴും ഞാൻ പറയുന്നു ഈ പരിപാടി സ്ക്രിപ്റ്റഡ് ആണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട്. കാരണം ഈ ഒളിച്ചൊക്കെ, അതായത് ഇത്രയ്ക്ക് ഭയങ്കര സെക്വേർഡ് അല്ലായിരുന്നു ഇവന്മാര്. കാരണം ഈ ക്യാമറയിൽ ഇതെല്ലാം ഒളിച്ചും പാത്തും ഒക്കെ ഇവരുടെ ഓരോ കാര്യങ്ങളും ഒപ്പി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവര് വണ്ടിയിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസം ഇല്ലാത്ത ഒരു ടീമായിരുന്നു ഈ MRC ഗ്യാങ് എന്ന് പറഞ്ഞത്. വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വീഡിയോ എടുത്തത്? ഇതിന്റെ ഇടയ്ക്ക് മമ്മു ഷമീറും ഒക്കെ പറയുന്നുണ്ട് ഒരു വീഡിയോക്കകത്ത്, അതായത്
ഇവര് ആ ഗ്യാങ് വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ തൊപ്പിയുടെ സ്വഭാവവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അതിനുശേഷം അന്ന് മുതൽ തുടങ്ങിയ പണിയാന്ന് പറയുന്നുണ്ട്. ഇത് എന്നാ പണിയാടാ ഇത്? കൂട്ടത്തിൽ നിൽക്കുന്നവന്റെ പുറകിൽ ചെന്ന് അടിച്ചു കൊടുക്കുന്ന പരിപാടിയാണല്ലോ കാണിക്കുന്നത്. സംഗതി ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി. ആ ഒരു സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ തൊപ്പി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കയറി വന്നവനാ. ഒറ്റയ്ക്കാണ് തൊപ്പിയുടെ വീഡിയോസ് എല്ലാം ഒറ്റയ്ക്കായിരുന്നു. പിന്നീടാണ് ഇവരെല്ലാം കയറി വന്നത്. തൊപ്പിയുടെ സൈഡിൽ നിന്ന് പറയുന്നുണ്ട് ഇവരെ എല്ലാം തീറ്റി പോറ്റിയതിന് ശേഷം എനിക്കിട്ട് കിട്ടിയതാണ്, എനിക്കിട്ട് അടിച്ചു തന്നതാന്നുള്ള രീതി. മറ്റേ സൈഡിൽ നിന്ന് പറയുന്നു അവിടെ വന്ന് കയറി സെറ്റായി കഴിഞ്ഞപ്പോൾ അവരെ മറ്റേ അടിമകളെ പോലെയാണ്, അവൻ്റെ ഷഡ്ഡി കഴുകാൻ അവൻ പറയുന്നു, അവൻ്റെ കാമുകി പറയുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ. എന്തൊക്കെ തേങ്ങ പരിപാടിയാണ് നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം ടാലിയായിട്ട് മറ്റേ വീണ്ടും എല്ലാവരും ഗ്യാങ്ങായിട്ട് കൂടി കയറി വരും. ഇതൊരു സ്ക്രിപ്റ്റഡ് വർക്കാണെന്ന് തോന്നാനുള്ള ഒരു കാരണം ഇതാണ്. ഈ നമ്മൾ ചില സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ ഇവർ ഈ വീഡിയോസ് കാര്യങ്ങളും എല്ലാം പലതും നേരത്തെ എടുത്ത് ഈ 3500 ഫോൺ കോൾസ് ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നാണ് ഇത്? എന്നെ സംബന്ധിച്ച് വല്ല പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ സൈബർ സെല്ലുകാരോ ഒക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇത്രയും ഫോൺ റെക്കോർഡിംഗ് ഒക്കെ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയ്യോ ഭയങ്കരം തന്നെ കേട്ടോ, പറയാതിരിക്കാൻ മേല. തൊപ്പിക്ക് ഇനി എന്നാ പറയാനുള്ളതെന്നും കൂടെ നോക്കാം ഒന്നുകൂടെ. കാര്യം പറയില്ല, ഞാൻ ഇത്രയും കോൺഫിഡൻസ് ഇല്ലാണ്ട് ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെ മുഖത്ത് നോക്കാൻ എനിക്ക് മടിയാന്ന്. ചെറിയൊരു വിഭാഗം ആൾക്കാരെങ്കിലും ഞാൻ അതാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാൻ കേരളത്തിലെ ഗവൺമെന്റിനോടും പോലീസിനോടാണ് ഞാൻ പറയുന്നത്, എല്ലാത്തിനെയും പിടിക്കണം. MRG ഗ്യാങ് എന്ന് പറഞ്ഞാൽ എന്നെ അടക്കം ചെക്ക് ചെയ്യണം, ചോദ്യം ചെയ്യണം. ഇവന്മാരെ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഓരോ റൂമിലിട്ട് ചോദ്യം ചെയ്താൽ പുറത്തു വരും സാധനങ്ങൾ. ഓക്കെ, എല്ലാരും ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ അന്വേഷണത്തിന്റെ എല്ലാ രീതിയിലും മറ്റേ കോപ്പറേറ്റ് സഹകരിക്കാൻ ഞാൻ റെഡിയാണ്. ഓക്കെ, എന്നെയും ടെസ്റ്റ് ചെയ്യണം, അവന്മാരെയും ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, മൊത്തം തെളിയണം, പുറത്തു വരണം. ഓക്കെ, ഈ ഒരു തെളിവും ഇല്ലാണ്ട് ഡിഫേമേഷൻ മാത്രമല്ല ക്രിമിനൽ കേസുകൾ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിത്തല്ലി ഈ ലൈവിന്റെ അകത്ത് എല്ലാ സാധനവും കാണിക്കുമ്പോൾ ഇത് പോലീസ് കേസാവും, അല്ലെങ്കിൽ നിയമപരമായ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു ഇതാണ് മറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ചിലർക്ക് ഇത് കാണുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഊക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഒരു സൈഡിൽ നിന്ന് തൊപ്പിക്കിട്ട് ഊക്ക്, മറ്റേ സൈഡിൽ നിന്ന് അപ്പുറത്തെ ഊക്ക്. ഒരു സൈഡിൽ നിന്ന് തൊപ്പി കാണിക്കുമ്പോൾ W എന്ന് പറയും. ഈ Wയും Lഉം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാകാത്ത കുറെ ആൾക്കാരുണ്ട്. ഈ W എന്ന് പറയുമ്പോൾ വിന്നും, L എന്ന് പറയുമ്പോൾ ലോസും. അതൊക്കെ ഇവരുടേതായ ഒരു കോഡ് ഭാഷകളൊക്കെ റെഡിയാക്കി. ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇതൊക്കെ ഓരോ ജനറേഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ചില സമയത്ത് മാറി നിന്നെല്ലാം തൊപ്പിയെ കുറ്റം പറയും, ചില സമയത്ത് മാറി നിന്ന് തൊപ്പി ഭയങ്കര ഇതാന്ന് പറയും. ഇത് തന്നെ അപ്പുറത്തെ സൈഡിലും അവരെ കുറ്റം പറയും, പിന്നെ കൂടെ നിൽക്കും. അപ്പൊ ഏത് സൈഡിൽ നിൽക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരു സിറ്റുവേഷനാണ്. കാരണം കംപ്ലീറ്റ്ലി രണ്ടുപേരുടെ എന്നാ പറയുന്നത് പീരങ്കിയിലും വെടിയുണ്ടയുണ്ട്, അല്ലെ രണ്ടുപേരുടെ കയ്യിലുള്ളിടത്ത് രണ്ട് സൈഡിലും ഈ സ്ഫോടന വസ്തുക്കളുണ്ട്, ഇങ്ങോട്ട് എറിഞ്ഞ് പൊട്ടിക്കുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒരു സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നാതിരിക്കാനും പറ്റില്ല. കാരണം അതിനും ഒരു സാധ്യത ഇല്ലാതില്ല. ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സോർട്ട് ഔട്ട് ആയിട്ട് എല്ലാം പിന്നെ വീണ്ടും ഗ്യാങ് റീസെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കണ്ടിട്ട് മൊത്തത്തിൽ എന്നാ പറയുന്നത്, ഇതൊക്കെ ഒരു ഇതല്ലേ ഈ പറയുന്ന ഈ സോഷ്യൽ മീഡിയ വഴി ഇതുകൊണ്ട് പണം മാരിക്കുക അല്ലെങ്കിൽ പണം കിട്ടുന്ന ഒരു പരിപാടിയാണല്ലോ. അല്ല, നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണ്. റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ 10 പേര് കാണണം, എന്നിട്ട് നമുക്ക് അതിന് ശേഷം എന്തെങ്കിലും വരുമാനം കിട്ടുവാണെങ്കിൽ ആട്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ ഇത് ഈ റിയാക്ഷൻ ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതെന്ത് തേങ്ങയായി നടക്കുന്നതെന്ന്. എന്നതാണേലും നോക്കാം. ഇനിയിപ്പോൾ അടുത്തത് ആരാണ്? ഷമീറിന്റെ വകയാണോ, മമ്മൂന്റെ വകയാണോ, അവരുടെ ആ ഒരു ഗ്യാങ് വകയാണോ, അതോ തൊപ്പിയുടെ വകയാണോ? ഇനി എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും ഇത് മൊത്തത്തിൽ കണ്ടിട്ട് ആകെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ച ഒരു അവസ്ഥയായി.